നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള സജ്ജനങ്ങൾ, പുരസ്കാരങ്ങൾ എപ്പോഴും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനമാണ്. അതും മലയാളം പോലെ നല്ല സിനിമകൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഭാഷയിലെ അഭിനയത്തിന് നല്ല നടനുള്ള അവാർഡ് കിട്ടുന്നത് അതിലേറെ പ്രോത്സാഹനജനകമാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളെല്ലാം എല്ലാ തരത്തിലും വലിയ വിജയങ്ങളായിരുന്നു, കലാപരമായും സാമ്പത്തികമായും. പുതിയ അഭിനേതാക്കളുടെ മിന്നുന്ന പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. എൻ്റെ കൂടെ നടന്മാരായി സ്പെഷ്യൽ ജോഡി മെൻഷൻ കിട്ടിയ ആസിഫും ടൊവിനോയൊന്നും എന്നേക്കാൾ ഒരു മില്ലിമീറ്ററിൻ്റെ ഒരു ഭാഗം പോലും താഴെയല്ല. അവരെനിക്കൊപ്പമാണ്. പ്രായത്തിൽ മൂത്തായ കൊണ്ടൊക്കെ എനിക്ക് കിട്ടിയതാണ്. അതുപോലെ സൗബിൻ, നടി ഷംന, അങ്ങനെ എല്ലാവരും അഭിനയം കൊണ്ട് അത്ഭുതപ്പെടുത്തിയത്. അതിൽ ഫെമിനിസ്റ്റ് ഫാത്തിമ കണ്ടു. ഈ അടുത്ത ദിവസം നിങ്ങളിൽ പലരും കണ്ടുകയാണ്. ഈ പുരുഷാധിപത്യത്തെ പറ്റിയാണ് സിനിമ എങ്കിലും നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ഭാര്യയോടൊന്ന് ഫാനിടാൻ പറഞ്ഞു കാണും. ആ സിനിമയിലെ ഭർത്താവിൻ്റെ പ്രധാന വരി പറഞ്ഞു ഭാര്യയോട്, ഫാത്തിമ ഫാനട്ടെ. ഇത്തരം സിനിമകൾ മലയാളത്തിൽ മാത്രമേ ഉണ്ടാവൂ. മലയാളികൾക്ക് മാത്രമേ ഇങ്ങനെ സിനിമ ചിന്തിക്കാൻ ശ്രമിക്കുന്നതാണ്. നമ്മുടെ മറ്റു ഭാഷാ ചിത്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക പ്രവർത്തകർ എപ്പോഴും ചോദിക്കുന്നുണ്ട്, മലയാള സിനിമയ്ക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു, എന്താണ് ഇങ്ങനെ, അവർക്ക് മാത്രം എങ്ങനെയാണ് ഇത്ര നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കുന്നത്, ഇത്ര നല്ല കഥകൾ കിട്ടുന്നത്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇവിടെ അത് കാണാൻ ആളുള്ളതുകൊണ്ട്. നമ്മുടെ പല സിനിമകൾ ഇവിടെ നമ്മുടെ നാട്ടിൽ വിജയകരമായി പ്രദർശിപ്പിച്ച കലാമൂല്യമുള്ള സിനിമകൾ ഒരിക്കലും മറ്റു ഭാഷകളിൽ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാകണമെന്നില്ല. പക്ഷെ നമ്മളെല്ലാത്തരം സിനിമകളെയും പ്രോത്സാഹിപ്പിക്കുകയും സിനിമ വിനോദോപാധി എന്നതിനപ്പുറത്തേക്ക് സിനിമ ചിന്തിക്കാനും മനസ്സിലാക്കാനും സന്ദേശങ്ങൾ പകരാനുള്ള